പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെ ഈ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടാൽ തന്നെ ഭയങ്കര ഒരു ആശ്വാസമാണ്. പുറത്ത് പണിയെടുക്കുന്ന, അതായത് കേരളത്തിന് പുറത്തോ നാട്ടിൽ നിന്ന് പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക കൗതുകമാണ്, അതുപോലെ തന്നെ ഒരു ഫീലിങ്സ് ആണ് കേട്ടോ ശരിക്കും. അപ്പം ഞങ്ങൾ ഇന്ന് കുടുംബത്തോടെ ഫാമിലി ആയിട്ട് കൊല്ലൂർ മൂകാംബിക യാത്രയിലാണ്. ട്രെയിനിലാണ് പോകുന്നത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറി നേരെ മംഗലാപുരത്താണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കണം. ഇനി നമ്മൾ മൂകാംബികയ്ക്ക് വേറെ ബസ് പിടിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യണം കേട്ടോ. എക്സിറ്റ് ചെയ്തിട്ട് അവിടെ പോയിട്ട് വേറെ ബസ് കയറിയിട്ടാണ് മൂകാംബിക ടെമ്പിളിലോട്ട് പോകുന്നത്. ഇതാണ് മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ നിറയെ റെൻ്റൽ ഓട്ടോറിക്ഷ കിട്ടും, അതുപോലെ തന്നെ ബസ് ഇതാ പുറത്ത് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബസ്സിലാണ് പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ അനൗൺസ്മെൻറ്റിലൊക്കെ കേട്ട ഒരു സ്റ്റേഷനാണ്. ആദ്യമായിട്ടാട്ടോ ഞാൻ മംഗലാപുരത്ത് വരുന്നത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രി. ഇത് കണ്ടില്ലേ, ഇവിടെ നിറയെ ഓട്ടോറിക്ഷകളുണ്ട്. പെയ്ഡ് ഓട്ടോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ പോയി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ ബസ്സുകൾ ഇവിടെ രണ്ടെണ്ണം ഇപ്പം നിൽക്കുന്നുണ്ട്. എല്ലാം ഉടുപ്പി, മണിപ്പാൽ, കൊല്ലൂർ. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിൽ പോകാമെന്ന് കരുതുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ സീറ്റുണ്ട്, അതായത് കുറച്ചും കൂടി കൺവീനിയൻറ്റ്. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ കാറ്ററിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം വാങ്ങിച്ചിട്ട് പോകണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 2-3 മണിക്കൂറിൻ്റെ അടുത്ത് ബസ് യാത്രയുണ്ട്. അപ്പോൾ നന്നായി ദാഹിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ കയ്യിൽ വെക്കുന്നുണ്ട്, സ്നാക്സ്, വെള്ളമൊക്കെ കയ്യിൽ വയ്ക്കുക. അപ്പോൾ നമ്മൾ വെള്ളം വാങ്ങാൻ വന്നതാണേ. ബസ് സീറ്റ് ഫില്ലിങ്ങിനായിട്ട് കുറച്ച് പേരെ കൂടി വിളിച്ച് കയറ്റാൻ വേണ്ടി അടുത്ത ട്രെയിനിനായിട്ട് കാത്തു നിൽക്കണം. നമ്മളാണെങ്കിൽ ഇതിനകത്തിരുന്ന് പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ ഉടുപ്പിയിലെത്തിയിട്ടുണ്ട്. ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രമൊക്കെ അതിനടുത്താട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വരുമ്പോൾ കുറേ കശുമാവിൻ തോട്ടങ്ങളാണ്. ഇഷ്ടം പോലെ കശുമാവുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ മൂകാംബിക ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ ഹോട്ടലിലോട്ട് പോകണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ ജീപ്പും ബസ്സും എല്ലാം കിട്ടും കേട്ടോ. ഇവിടുന്ന് തന്നെ ജീപ്പ് കൂടജാദ്രി അങ്ങനെയുള്ളവിടേക്കൊക്കെ പോകുന്നത്. ഇപ്പോൾ നമ്മൾ വന്ന ബസ് ഇതാ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ ഹോട്ടൽ ഇവിടുന്ന് ഒരു 600 മീറ്റർ കാണിക്കുന്നുണ്ട്. ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകണം. പിന്നെ ബസ്സുകൾ ഇവിടെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്, ടൈമിങ്സ് റെയിൽവേ സ്റ്റേഷനിൽ. അത് ചോദിച്ചറിഞ്ഞിട്ട് ഇവിടുന്ന് കയറി പോകാം കേട്ടോ. നമ്മുടെ ലോഡ്ജിൽ ഫോൺ വിളിച്ചെടുക്കുന്നില്ല. ഈ താഴത്തുണ്ട്. എന്തായാലും പോയി നോക്കാം, നേരിട്ട് പോയി നോക്കാം. പൈസ പോയൊന്നും അറിയില്ല. ഓൺലൈനിൽ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞാണ്. എന്തായാലും പോയി നോക്കാം കേട്ടോ. നമ്മളങ്ങനെ മൂകാംബിക ടെമ്പിളിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കണം. ഇതിന് കുറച്ച് അപ്പുറത്തായിട്ടാണ് റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഹോട്ടലിൽ വരുന്നത്, ലോഡ്ജ് കേട്ടോ. അപ്പോൾ അവിടെ ലോഡ്ജിൽ പോയി റൂം ഒന്ന് ചെക്ക് ഇൻ ചെയ്യണം. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മളങ്ങനെ കണ്ടുപിടിച്ചിരിക്കണം കേട്ടോ. അതാ ഈ ഒരു ചിത്രമൂല എന്ന് പറഞ്ഞാണ്. ശരിക്കും എൻട്രൻസിൻ്റെ തൊട്ടരികെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പോയി നോക്കാം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബെഡ്റൂം. 3 ബെഡായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറച്ചൊരു സ്പേസ്. ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ജനലിൻ്റെ ബാൽക്കണി വ്യൂ ആണ്. അപ്പുറത്തും കുറേ ടൂറിസ്റ്റ് ഹോമുകളാണ്, ലോഡ്ജുകളൊക്കെയാണ്. ജസ്റ്റ് നോർമൽ ബെഡ്റൂം കേട്ടോ. ജസ്റ്റ് ഒന്ന് അമ്പലത്തിൻ്റെ ചുറ്റും ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. നല്ല തിരക്കുണ്ട്. അത്യാവശ്യം എന്തൊക്കെയോ പൂജകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ചെരുപ്പ് വെക്കേണ്ട സ്ഥലങ്ങളാട്ടോ. പിന്നെ ഇങ്ങനെ വരി തിരക്കുണ്ടെങ്കിൽ ആ വരിയിൽ നിന്ന് പോകേണ്ട ഒരു സ്ഥലമാണ്. അമ്പലത്തിനകത്ത് അധികവും ഇല്ല കേട്ടോ തിരക്ക്, എന്നാലും പുറത്താണ് കൂടുതൽ തിരക്ക്. ഇത് വലിയൊരു രഥം നിൽക്കുന്നുണ്ട് അകത്ത്. അതൊക്കെ നമുക്ക് അകത്ത് പോയി വീഡിയോ എടുക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. ഇഷ്ടംപോലെ ലോഡ്ജുകളും അതുപോലെ തന്നെ കടകളുമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അങ്ങ് കൊടജാദ്രി മലകളിൽ ഇങ്ങനെ കോടയും അതുപോലെ മഴക്കാറും ഉണ്ട്. ചിലപ്പോൾ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ പോലെ തന്നെ കാലാവസ്ഥയാണ് ഇവിടെ. അമ്പലത്തിന് മുന്നിലായിട്ട് ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ മോഹിനിയാട്ടം അങ്ങനെയുള്ള അരങ്ങേറ്റമൊക്കെ നടത്തുന്ന കുട്ടികളുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയുണ്ട്. കുഞ്ഞ് ടൈപ്പ്, അതായത് ഹൈറ്റ് കുറഞ്ഞ കുള്ളൻ പശുക്കൾ. ഇതേ കണ്ടില്ലേ? ഹലോ, കണ്ടില്ലേ? നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ അവന്മാർ. ഹായ്. ഭയങ്കര ചെറുതാട്ടോ, അത് ഇത്രയേ ഉള്ളൂ. കുട്ടി പശുക്കളാണ്, ഇത്രയേ ഉള്ളൂ.
ഈ ഒരു ഭാഗത്തായിട്ട് കാല് കഴുകിയിട്ട് ഫ്രഷപ്പ് ചെയ്തുള്ള പോകാനുള്ള സ്ഥലമുണ്ട്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ചെരുപ്പ് വയ്ക്കാനുള്ള സ്ഥലമാണ്, ഫ്രീ ആയിട്ടുള്ളതാണ് ദേവസ്വത്തിൻ്റെ. പിന്നെ ഇങ്ങോട്ട് അമ്പലത്തിൻ്റെ ബിൽഡിങ്സ് ഒക്കെയാണ് കേട്ടോ. ഇതാണ് ആ ഫസ്റ്റ് ഉണ്ടായിരുന്ന മൂകാംബിക ക്ഷേത്രം. അതിനെ കുറച്ച് റെനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ളിലായിട്ട് സ്വർണ്ണ കളറ് മണ്ഡപമൊക്കെ കണ്ട് നമുക്ക് ഉള്ളിൽ പോയ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പറ്റുവാണെങ്കിൽ നമ്മൾ എടുക്കുന്നുള്ളൂ, കുറച്ച് ഇരുട്ടാവും. പിന്നെ ഇങ്ങോട്ടാണെങ്കിൽ കുറേ ഇങ്ങനെ മലകളും ഇതെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങോട്ടാണ് കുടജാദ്രി മലകൾ, അതൊക്കെയാണ് കേട്ടോ. ഇങ്ങോട്ട് എന്താണാവോ, വാ ഒരു പുഴയുണ്ടോ, ചെറിയൊരു കനാല് പോലെ വലിയൊരു പുഴ പോകുന്ന ഒരു ഇതാണ് കാണുന്നത്. ആ പാലത്തിലൂടെ ആൾക്കാർ വരുന്നത് കാണാൻ നല്ല രസമില്ലേ. നല്ലൊരു പുഴ, അത് അത്യാവശ്യം നന്നായിട്ട് കേടുവന്നിട്ടുണ്ട്. പല വേസ്റ്റുകളും ഇറങ്ങിയിട്ടായിരിക്കണം കേട്ടോ. അങ്ങ് മലനിരകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പുഴയാണ് കേട്ടോ. നോക്കി പഴയ അഗ്രഹാര വീടുകൾ, പക്ഷെ അവിടെയൊന്നും ആരും താമസമില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഫ്രണ്ടിൽ വണ്ടി നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബാക്കിലൊക്കെ ഇങ്ങനെ ഓടൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയുണ്ട്, കണ്ടില്ലേ. നല്ല രസമുണ്ട്. പക്ഷെ വൈകിട്ടായപ്പോൾ നല്ല തിരക്കായിട്ടോ. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കൊടിമരവും ഈ വിളക്കൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇപ്പം നടയടച്ചിരിക്കാൻ ശിവയിലേക്ക് നടക്കാൻ പോകും കേട്ടോ. നല്ല തിരക്കുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് പൂജയുടെ ടൈമിങ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ദേവിയുടെയും അതുപോലെ തന്നെ ഉപദേവതാമാരുടെയൊക്കെ ഈ എഴുന്നള്ളത്ത് പോലെ ഇങ്ങനെ ശിവയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണ്ട. ഇവിടെ കന്നഡയിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. ാണ് ദൈവത്തെ ഇത്രയും നേരം എഴുന്നള്ളിച്ചത്. ഇതാ കണ്ടില്ലേ, ആ പല്ലക്ക് ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ ഡൈനിങ് ഹാളിലോട്ടുള്ള വഴിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഭക്ഷണം ഇവിടെ തന്നെ കഴിക്കാനുള്ളതാണ്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. ബാക്കി നാളെ കാണിച്ചു തരാം കേട്ടോ. രാവിലെ ഞങ്ങൾ നേരത്തെ റെഡിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് രാവിലെ നേരത്തെ മൂകാംബിക ക്ഷേത്രത്തിലാണ്. ഇനി എഴുത്തിനിരുത്തുന്നതും അതുപോലെ തന്നെ ദർശനവും ചെയ്യണം. അപ്പോൾ സ്പെഷ്യൽ ദർശനത്തിനുള്ള ടിക്കറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഇതാ ഡോർ ലോക്ക് ചെയ്ത് പോകണം. പുലർച്ചെയും അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ ദർശനത്തിൻ്റെ ടിക്കറ്റ് 100 രൂപയാണ്. അതെടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കില്ലാതെ കയറാൻ പറ്റും. ഞങ്ങളിപ്പോൾ കയറിയത് സ്പെഷ്യൽ ദർശനത്തിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടാണ്. 100 രൂപ എടുത്തിട്ട് പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. മൂവ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ അടുത്തെത്താറായി. പശുവിനെ കണി കാണാനാണോ അല്ലേ? എഴുത്ത് നിർത്തുന്ന കുട്ടികളുടെയാണ്. ദർശനം കണ്ടതിന് ശേഷം ഞങ്ങൾ എഴുത്തിനിരിക്കുന്ന സ്ഥലത്തോട്ട് പോയി. കുട്ടികളെല്ലാം എഴുത്തിനിരുത്തുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ. മൂകാംബിക വന്ന ഏറ്റവും ഫേമസ് ആയ ഒരു വഴിപാടാണ് ഈ എഴുത്തിനിരുത്തുന്ന ചടങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ മിക്കവാറും പേരും ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ മൂകാംബിക ദർശനം എല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ കുടജാദ്രിയിലോട്ടാണ് പോകുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് നമ്മളത് കാണിക്കാം കേട്ടോ.